ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഗൈസ്, ഞങ്ങളൊന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. നമ്മുടെ അടുത്തുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്, അക്ലേറ്റ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് കേട്ടോ. ചിറ്റൂരുകാർക്ക് ഭയങ്കര ഫേമസ് ആണ്. ചിറ്റൂരല്ല, നമ്മുടെ പുതുനഗരം റൂട്ട്, പുതുനഗരത്തിൽ നിന്ന് ഭയങ്കര അടുത്തായിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഇവിടെ അക്ലേറ്റ് ബ്രിഡ്ജ് എന്നാണ് ഇവിടെ ലോക്കൽ നെയിമായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിന് അക്വഡക്റ്റ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ശരിക്കത്തെ പേര്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ നടന്നു കഴിഞ്ഞാൽ. ഇത് പുതുനഗരത്തു നിന്നുള്ളവർക്ക് വളരെ അടുത്താണ് കേട്ടോ. ശരിക്കും നല്ല വലിപ്പമുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ പ്ലേസ് ആറാമ്പാടം എന്ന് പറയും. ഇവിടവും പുതുനഗരം കൂടെ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പോൾ കൊയ്ത്തിന് ടൈം ആയതുകൊണ്ട് എങ്ങനെ കിടക്കുന്നത്, ഈ പഞ്ചയൊക്കെ ഇടുന്ന ടൈമിൽ വരണം, അപ്പോഴേ ഇവിടുത്തെ ബ്യൂട്ടി ശരിക്കും മനസ്സിലാവും. ബട്ട് ഏത് ടൈമിൽ വന്നാലും ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫീലാണ് കിട്ടാറ്. ഈവനിങ് ടൈമിൽ ഇവിടെ എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോയപ്പോഴും അത്യാവശ്യം കുറേ പേര് കാറ്റ് കൊള്ളാനും പാലം കാണാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവരൊക്കെ ദേ അവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പാലം കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല കേട്ടോ, നടന്ന് ഇവിടെ എത്തിപ്പോയതാണ്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു അടിപൊളി കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ദേവനാണെങ്കിൽ നല്ല സ്നാക്സ് ഒക്കെ കഴിച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഗൈസ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടാതെ വേറെയും ഒത്തിരി പേര് ഇവരെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അറിയുവാണെങ്കിൽ നമ്മുടെ പാലക്കാടുകാർക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കും ഇതല്ലേ. എനിക്കാണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ നമ്മുടെ ലൈഫ് ഒന്ന് റീവൈൻഡ് അടിച്ച പോലെ തോന്നിയത്. ഒരു നൊസ്റ്റു വൈബ്. നീരുവാണെങ്കിൽ അവളുടെ ലൈഫിൽ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ആൾ ഇതൊക്കെ സർപ്രൈസായി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ കണ്ണിൽ ഫസ്റ്റ് സ്റ്റക്കായത് ഈ ഒരു സുന്ദരിയാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യത്തോടെ നമ്മുടെ അടുത്ത് വന്നത് ഇവളായിരുന്നു. നേരുവിനാണെങ്കിൽ ഫസ്റ്റ് ഇവളെ കുറച്ച് പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അതൊക്കെ മാറിയിട്ടോ. ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഇൻട്രസ്റ്റ് ആയി ആൾക്ക്. അങ്ങനെ ഒത്തിരി നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അവൻ ഇറങ്ങി ഓടാൻ വേണ്ടി നിൽക്കുന്നത്. ഹലോ. സത്യം പറഞ്ഞ നാട്ടിലെത്തിക്കഴിഞ്ഞതും ഇന്നാണ് ഒരു നാടൻ വൈബ് കിട്ടിയത്. ഞാൻ എൻ്റെ സ്കൂളിങ്ങിലെ സമ്മർ വെക്കേഷൻ ടൈമൊക്കെ ഓർത്തുപോയി. ഓൾമോസ്റ്റ് ആ ഒരു ടൈമിലാണല്ലോ നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇത്തരം കാഴ്ചകളെല്ലാം കാണാൻ കിട്ടാറ്. പിന്നെ ദേ ഇയാൾ നമ്മളോട് പെട്ടെന്ന് കൂട്ടായിട്ടാ. താഴെ ഇറക്കിയിട്ടും പോവാൻ മനസ്സിലാതെ നിൽക്കുന്നതായി കാണുന്നത്. എനിക്കാണെങ്കിൽ ഈ കൊച്ചു സുന്ദരിയെ ഒത്തിരി ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ സുന്ദരി ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.